RRB ടെക്നീഷ്യൻ്റെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് വന്നിട്ടുണ്ട് കൂടെ കാണാം 10/12/2024. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് നമുക്ക് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതോടൊപ്പം ഇതിൻ്റെ എക്സാം ഡേറ്റ് എന്നാണ്, അതോടൊപ്പം തന്നെ ഏതാണ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കുകൾ എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാകുന്നതാണ്. ഗ്രേഡ് 1ഉം 3ഉം വന്നിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ സെയിം സംഭവം തന്നെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ടെക്നീഷ്യൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം അവർക്കൊക്കെ നിങ്ങൾ ഫോർവേഡ് ചെയ്യാം, നിങ്ങളുടെ സ്റ്റാറ്റസ് ആക്കി വെക്കാം, ഫോർവേഡ് ചെയ്യാം. കാരണം അറിയാത്തവരാകാം. കാരണം എക്സാം ഡേറ്റ് ഒന്നും പലർക്കും ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ് ഞാൻ കമൻറ്റിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. എക്സാമിനെ കുറിച്ചിട്ട് ഡേറ്റ് ഞാൻ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോസ് കാണാം. അതോടൊപ്പം തന്നെ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിനനുസരിച്ച് ഇവിടെ സോർട്ട് ചെയ്യുന്നുണ്ട്. റെയിൽവേ ജോബ്സ്, അഡ്മിറ്റ് കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് പഴയ വെബ്സൈറ്റ് തന്നെയാണ്. അതിൻ്റെ ആ ഒരു തീമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് കളർഫുൾ ആക്കിയതാണ്. ഒന്നുപാടെ ഓപ്ഷൻസും കാര്യങ്ങളും ബട്ടൺസൊക്കെ ആഡ് ചെയ്തിട്ട് പഴയ വെബ്സൈറ്റ് തന്നെയാണ് GOCL എജുലാൻഡ്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, നമ്മുടെ വെബ്സൈറ്റിൽ കയറാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ആദ്യം തന്നെ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മുടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിൻ്റെ നോട്ടീസ് വന്നിട്ടുണ്ട്. നോട്ടീസ് വന്ന ഡേറ്റ് ഞാൻ പറഞ്ഞു, ഡിസംബർ 10-നാണ്. നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഡിസംബർ 11-നാണ്. അപ്പോൾ ഇന്നലെയാണ് നോട്ടീസ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ആൻഡ് ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് നോട്ടീസ് ഫോർ CBT. നിങ്ങൾക്ക് ഇവിടെ കാണാം CN നമ്പർ 2/2024. അപ്പം ഈ പറയുന്ന 2/2024 എന്ന് പറയുന്നത് ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ്. പക്ഷേ ടെക്നീഷ്യൻ പോസ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഗ്രേഡ് 1ഉം ഗ്രേഡ് 2ഉം ഉണ്ട്. അപ്പോൾ ഗ്രേഡ് 1ഉം ഗ്രേഡ് 3ഉം ഉണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 10/12/2024. അപ്പോൾ നിങ്ങൾക്ക് കാണാം 10/12/2024 മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് സെയിം സംഭവം നിങ്ങൾക്ക് SMS ആയിട്ടും ഇമെയിൽ ആയിട്ടൊക്കെ നിങ്ങളെ വന്നിട്ടുണ്ടായിരിക്കും. ഇനി SMS ആയിട്ടും ഇമെയിൽ ആയിട്ടും വന്നിട്ടില്ലെങ്കിലും, നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് വന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ തരാം. അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൻ്റെ ഡേറ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങൾക്കൂടെ കാണാം കാറ്റഗറി നമ്പർ നിങ്ങൾക്കൂടെ കാണാം 2/2024 ടെക്നീഷ്യൻ ഗ്രേഡ് 1ൻ്റെയും ഗ്രേഡ് 3ൻ്റെയും എക്സാം ഡേറ്റ് ആണ് ഇവിടെ പറയുന്നത്. ഡിസംബർ 19 മുതലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസംബർ 19 മുതൽ നിങ്ങൾക്ക് ഡിസംബർ 29 വരെയാണ് വിവിധ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഷിഫ്റ്റ്, അപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം ഡിസംബർ 19 എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് 8 ദിവസമാണുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു നോർമലി നമുക്ക് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ കാണിക്കാം. നോർമലി നമുക്ക് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ആക്റ്റീവ് ആകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് എക്സാമിൻ്റെ ഒരു 10 ദിവസം മുൻപാണെങ്കിൽ അതിനോടനുബന്ധിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കുക. അതെന്തിനാണ് ഈ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് എന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേരളത്തിലുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്താണ്, ഇപ്പോൾ നമുക്ക് ചെന്നൈയിലാണ് എക്സാം സെൻറ്റർ, വെറുതെ ഒന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലാണ് എക്സാം സെൻറ്റർ എന്ന് വിചാരിക്കുക. നമ്മൾ ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ആണെന്നും കേരളത്തിൽ തന്നെ വേറെ എവിടെയെങ്കിലും എന്താണ് ദൂരെയാണ്, ഇപ്പോൾ കോഴിക്കോടുള്ള ഒരു ഉദ്യോഗാർത്ഥി തിരുവനന്തപുരമാണ് എക്സാം എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ കോൾ ലെറ്റർ നമുക്ക് വരുന്നത് എക്സാമിൻ്റെ 4 ദിവസം മുൻപാണ് നമുക്ക് കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കോൾ ലെറ്ററിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എക്സാം സിറ്റി നമുക്ക് മനസ്സിലാക്കി നമ്മൾ ഈ പറയുന്ന ട്രെയിനോ അല്ലെങ്കിൽ ബസ്സിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം റിസർവ് ചെയ്യേണ്ടി വരും, ടിക്കറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. കാരണം പെട്ടെന്ന് നമുക്ക് ദൂരയാത്ര ഒന്നും നടത്താൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ആകെ ക്ഷീണിക്കും എക്സാമിനൊക്കെ പോകുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10 ദിവസം മുൻപ് തന്നെ നിങ്ങളുടെ എക്സാം സിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാനും ആ എക്സാം സിറ്റിയിലേക്ക് നിങ്ങൾക്ക് എന്താണ് എങ്ങനെയാണ് പോകേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് റെയിൽവേ പുറത്തുവിടുന്നത്. അതല്ലാതെ ഒരിക്കലും ഇത് കോൾ ലെറ്റർ അല്ല, ഇത് വെറും സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് മാത്രമാണ്. കോൾ ലെറ്റർ, ഈ കോൾ ലെറ്റർ നമ്മൾ വേറെ തന്നെ ഡൗൺലോഡ് ചെയ്യണം. അത് എക്സാമിൻ്റെ 4 ദിവസം മുൻപാണ് അത് ആക്റ്റീവ് ആവുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്തിനും അതിൽ കയറിയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്ന പറഞ്ഞ ലിങ്ക് വരും. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സ്കിപ്പ് ചെയ്യാതെ കാണരുത്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണരുത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കി അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുഴുവൻ കാണുക, എന്നിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുന്ന ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആ വെബ്സൈറ്റിലേക്കാണ് വരിക, ഹോം പേജാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളെ ഗൂഗിൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് GOCL എജുലാൻഡ് നമ്മുടെ വെബ്സൈറ്റ്, നമ്മുടെ ചാനലിൻ്റെ പേരും അറിയാം, ഇതാ ഇവിടെ കാണാം നിങ്ങൾക്ക് GOCL എജുലാൻഡ്. ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. അങ്ങനെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് കയറാൻ പറ്റും. ഹോം പേജിൽ നിങ്ങൾക്ക് മൊബൈൽ വ്യൂവിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. ഇത് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഓരോ കോളംസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലേറ്റസ്റ്റ് ജോബ്സ്, സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ്, കേരള ജോബ്സ്, ഡിഫൻസ് ജോബ്സ്, റെയിൽവേ ജോബ്സ്, അഡ്മിറ്റ് കാർഡ്, പിന്നെ ഇവിടെ നിങ്ങൾക്ക് കുറേ ബട്ടൺസ് ഉണ്ട്, ഈസി ടൂൾസ്, റെയിൽവേ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ബട്ടൺസ് ഇനി എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആഡ് ചെയ്യണമെങ്കിൽ മെനൂസ് കാര്യങ്ങളൊക്കെ കൂട്ടണമെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ ചെയ്യാവുന്നതാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അഡ്മിറ്റ് കാർഡ് എന്നുള്ളൊരു പോർഷൻ കാണാം. അവിടെ ഈ ഒരു കോളത്തിനടിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. രണ്ടാമതായിട്ട് കിടക്കുന്ന റെയിൽവേ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ലിങ്ക്. ഈ ലിങ്ക് എപ്പോഴും ഇവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് ഇനി ഇവിടെ അത് കിടക്കുന്നില്ല, മോളിൽ ഞാൻ അഡീഷണൽ ആയിട്ട് വേറെ എന്തെങ്കിലും ആഡ് ചെയ്താൽ അത് താഴോട്ട് വരും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, റീഡ് മോറിൽ അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ കാണാമെങ്കിൽ റെയിൽവേ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ലിങ്ക്സ് 2024 ഡൗൺലോഡ് യുവർ ഈ കോൾ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കാണാം. അതിലാണ് നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഓരോന്നും ടേബിളാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിപ്പം നമ്മുടെ ടെക്നീഷ്യൻ്റെ മാത്രമല്ല, നിങ്ങൾക്ക് മറ്റുള്ള എല്ലാം എന്താണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ അപ്ഡേഷൻസും നമ്മൾ ഇനി റെയിൽവേൻ്റെ അതിൻ്റെ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റെയിൽവേയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നമുക്ക് ഓരോ നോട്ടീസും ഓരോ കാര്യങ്ങളും ആകെ കൺഫ്യൂഷൻ അടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഒരു ടേബിൾ വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു കോളത്തിൽ ഫസ്റ്റ് കോളത്തിൽ സീരിയൽ നമ്പർ, പിന്നെ നമുക്ക് അതിൻ്റെ ഒരു എന്താണ് അതിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്, പിന്നെ അതിൻ്റെ ലിങ്ക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിപ്പം ALPൻ്റെതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സബ് ഇൻസ്പെക്ടറിൻ്റെ കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാരാമെഡിക്കൽ കാറ്റഗറീസിൻ്റെ കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 1 കാണാം. അതോടൊപ്പം തന്നെ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് JEൻ്റെ കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് RRB നോട്ടീസ്, ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എന്തൊക്കെയാണോ കോമൺ ആയിട്ട്, അതായത് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ എക്സാമുകളിലേക്കും കോമൺ ആയിട്ട് എന്തൊക്കെ നോട്ടീസാണ് വരുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഡേറ്റ് വേണമെങ്കിൽ ഇവിടുന്ന് ഞാൻ ഇപ്പോൾ കാണിച്ച എക്സാം ഡേറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഇതിൽ കാണിച്ചല്ലോ ഞാൻ എക്സാം ഡേറ്റ്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ആഡ് ചെയ്യാം. ഇനി എക്സ്ട്രാ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മളിതിൽ ആഡ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റിൻ്റെ ആ ഒരു നോർമലൈസേഷൻ മെത്തേഡിനെ കുറിച്ചിട്ടുള്ള നോട്ടീസ് ഉണ്ട്. ഇനി എന്തെങ്കിലും മാൽ പ്രാക്ടീസ് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് എന്തെങ്കിലും നമ്മൾ മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാലൊക്കെ ഉള്ള ഇഷ്യൂസ് കാര്യങ്ങൾ അതിനെക്കുറിച്ച് നോട്ടീസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടത് തീർച്ചയാണ്. കാരണം നമ്മളെ ഡിബാർ ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ നമുക്ക് എക്സാം എഴുതാൻ പറ്റാത്ത കണ്ടീഷനിലേക്കൊക്കെ നിങ്ങൾ വരുത്തിണ്ടാക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ അച്ചടക്കത്തിൽ തന്നെ എക്സാം എഴുതാം. ഓക്കെ, അതിന് താഴെ ഞാനിത് പറയട്ടോ, ഞാൻ നമ്മുടെ ടെക്നീഷ്യൻ്റെ ഡൗൺലോഡ് ചെയ്യേണ്ടത് പറയാം. അതിന് മുൻപ് നിങ്ങൾ മസ്റ്റായിട്ടും വാച്ച് ചെയ്യേണ്ട കുറച്ച് വീഡിയോസ് ഞാനിതിൽ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 3 വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ടൈറ്റിൽ നെയിം തന്നെ വായിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. RRB ഒഫീഷ്യൽ നോട്ടീസ്, അതായത് ഈ കോൾ ലെറ്റർ നമ്മളിപ്പം ഈ പറയുന്ന ടെക്നീഷ്യൻ്റെതാണെങ്കിലും ഇനി മറ്റ് പാരാമെഡിക്കൽ, ഇനിയിപ്പം നമ്മൾ ഈ പറയുന്ന JE തുടങ്ങിയിട്ടുള്ള വിവിധ എക്സാമുകൾ വരാണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ കോൾ ലെറ്ററൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഏത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തവരാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇവിടെ കാണാം RRB ഇത് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വ്യക്തമായിട്ട് എന്ത് ചെയ്താൽ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാം, നിങ്ങൾക്ക് ആവശ്യമുള്ള മാത്രമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. RRB ഇമ്പോർട്ടൻറ്റ് നോട്ടീസ്, അതായത് നമ്മൾ അൺലോക്കിംഗ് ഓഫ് ആധാർ ബയോമെട്രിക്സ് എന്നുള്ള ടൈറ്റിലാണ്. അതായത് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആധാർ നമ്മൾ വെരിഫൈ ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത സമയത്ത് ആധാർ വെരിഫൈ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ വീഡിയോ. അതായത് നിങ്ങൾ RRBയുടെ വിവിധ എക്സാമുകൾ എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് നമ്മൾ ഈ പറയുന്ന വെരിഫൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്ത സമയത്ത് ആധാർ വെരിഫൈ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എക്സാമിന് പോകുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ബയോമെട്രിക് ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, അത് ആക്സസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അത് നമുക്ക് ഈ പറയുന്ന ആധാർ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് ഫെയിൽ ആവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സ്മൂത്ത് എൻട്രി അവിടെ ബ്രേക്ക് ആവുകയും നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരികയും നമുക്ക് ലാസ്റ്റ് മിനിറ്റിലേക്കുള്ള റഷ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് RRBയുടെ ഇമ്പോർട്ടൻറ്റ് നോട്ടീസാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ആ നോട്ടീസ് മാത്രമല്ല, നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആധാർ കാർഡ് ലോക്ക് ചെയ്യുകയും ചെയ്യാം, അൺലോക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ അൺലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്താനുള്ള ആ ഒരു വീഡിയോ ആണ്. ഇതെല്ലാ ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്യണം, മസ്റ്റായിട്ടും വാച്ച് ചെയ്യണം. ഇതിനടുത്ത് നിങ്ങൾക്ക് ALPയുടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് വന്ന സമയത്ത് നമ്മൾ ചെയ്തൊരു കോമൺ വീഡിയോ ആണ്. അപ്പോൾ ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ബാക്കിയെല്ലാം എന്താണ് ഇപ്പം ടെക്നീഷ്യൻ്റെതാണെങ്കിലും ഒക്കെ വരിക. അപ്പം സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് എങ്ങനെയാണ്, അതിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെയാണ് നമ്മൾ ലോഗിൻ ചെയ്താൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം സിറ്റി എങ്ങനെ മനസ്സിലാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെന്യൂ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടെക്നീഷ്യൻ്റെ ഇപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പറയുക, ഞാൻ ഇതിൽ ലോഗിൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന അത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടെക്നീഷ്യൻ നിങ്ങൾ എഴുതുന്നവരാണെങ്കിലും ALPൻ്റെ CBTൻ്റെ എക്സാം സിറ്റി ഇൻറ്റിമേഷനെ കുറിച്ചിട്ടാണ് വിവരിക്കുന്നതെങ്കിലും നിങ്ങൾ അവിടെ ടെക്നീഷ്യനായിട്ട് കണ്ടാൽ മതി. ഇതേ സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ 3 വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇതിൻ്റെ കോറായുള്ള കാര്യങ്ങളിലേക്ക് വരാം. അതായത് ടെക്നീഷ്യൻ്റെ ഗ്രേഡ് 3ൻ്റെത് നമുക്ക് നിലവിൽ ആക്റ്റീവായിട്ടില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഇതിൻ്റെ നോട്ടീസ് കാണിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഫോർ CBT എന്ന് കൂടെ കാണാൻ പറ്റുന്നത് പോസ്റ്റ് ഓഫ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 ജസ്റ്റ് ബോൾഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ സെയിം കാറ്റഗറിയിൽ തന്നെ 2/2024 ടെക്നീഷ്യനിൽ തന്നെയാണ് ഗ്രേഡ് 1 വരുന്നുണ്ട്, ഗ്രേഡ് 3 വന്നിട്ടുണ്ട്. ഓക്കെ, ഗ്രേഡ് 3 വന്നിട്ടുണ്ട്. അപ്പം രണ്ടിൻ്റെയും എക്സാം ഡേറ്റ് കോമൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കൂടെ കാണാം. 19/12 മുതൽ എനിക്ക് 29/12 കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് എന്താണ് ഈ പറയുന്ന ഗ്രേഡ് 3ൻ്റെത് നിലവിൽ ആക്റ്റീവ് ആയിട്ടില്ല. ഇനി ആർക്കെങ്കിലും ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യുക. നമുക്ക് നിലവിൽ നോട്ടീസ് വന്നിട്ടില്ല, ഗ്രേഡ് 1ൻ്റെത് മാത്രമാണ് വന്നത്. ഇപ്പോൾ ഞാനത് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉദ്യോഗാർത്ഥികളുടെ ഇത് പെർമിഷനോട് കൂടി അവരുടെ രജിസ്ട്രേഷൻ നമ്പറും ഇത് കൊടുത്തിട്ട് ഞാൻ ചെയ്തു. അപ്പോൾ അത് ഇൻകറക്റ്റ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഗ്രേഡ് 3ൻ്റെതാണ് നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളിതിൽ ട്രൈ ചെയ്ത് നോക്കുക.
ഇനി അവർക്ക് സെപ്പറേറ്റ് ലിങ്ക് വരാനാണ് സാധ്യത എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് റെയിൽവേ എന്ത് ചെയ്തിട്ടില്ല, ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ജസ്റ്റ് ഓക്കെ. അപ്പോൾ ഈ 10-12 ഇന്നലെ വന്ന നോട്ടീസിൽ ഗ്രേഡ് 1നെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗ്രേഡ് 1ൽ നമുക്ക് ഈ പറയുന്ന സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് കാണാം ഇവിടെ. ഓക്കെ, ടെക്നീഷ്യൻ ഗ്രേഡ് 1. ഓക്കെ, ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം. നിങ്ങൾക്കിവിടെ കാണാം ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് കാണാം. ഇനി നിങ്ങൾക്ക് ഗ്രേഡ് 3ൻ്റെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. ഈ ലിങ്കിൽ ഇവിടെ ഇതിപ്പോൾ ലിങ്ക് ഞാൻ കൊടുത്തിട്ടില്ല, ലിങ്ക് ഇവിടെ ആഡ് ചെയ്യാം. ടെക്നീഷ്യൻ ഗ്രേഡ് 3ൻ്റെത്, ടെക്നീഷ്യൻ ഗ്രേഡ് 3ൻ്റെ വന്നിട്ടില്ല. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ RRB ടെക്നീഷ്യൻ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിൻ്റെ നോട്ടീസ് നിങ്ങൾക്കിവിടെ കാണാം. ഇതാണ് ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണിച്ച നോട്ടീസ്. ഇനി ടെക്നീഷ്യൻ ഈ കോൾ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ഈ കോൾ ലെറ്റർ ആണെങ്കിലും സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ആണെങ്കിലും സെയിം ലിങ്ക് തന്നെയാണ്, ലിങ്ക് മാറുന്നൊന്നുമില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിന് ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഈ പേജിലേക്ക് വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കാറ്റഗറി നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 2/2024 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ലിങ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ കോൾ ലെറ്ററും ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് എക്സാമിൻ്റെ 10 ദിവസം മുൻപ് നിങ്ങൾക്ക് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കോൾ ലെറ്റർ നമുക്ക് എക്സാമിൻ്റെ 4 ദിവസം മുൻപാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങളുടെ എക്സാം ഡേറ്റ് നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകും. സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് എക്സാം ഡേറ്റ് ഉണ്ടാവും. അതിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം, അതിൻ്റെ 4 ദിവസം മുൻപ് വേണം നിങ്ങൾക്ക് ഈ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഈ കോൾ ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും അവർ ഇതാ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വർക്കിംഗ് ടൈമിൽ 9 AM മുതൽ 6 PM ഇടയിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പറാണ് കൊടുക്കേണ്ടത്. രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കട്ടോ. നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ആഡ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് നമുക്ക് റിക്രൂട്ട്മെൻറ്റ് പോർട്ടലിൻ്റെ ലിങ്കാണിത്, RRBയുടെ. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ മറന്നു പോയിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അപ്ലൈ എന്നുള്ളതിൻ്റെ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒരു ഇമെയിൽ ID നിങ്ങൾ പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഹിസ്റ്ററി പോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയും ആ ആപ്ലിക്കേഷനിൽ നമുക്ക് എന്താണ് ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാകും. രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുക. ആ നമ്പറോട് അടിച്ചു കൊടുക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, നിങ്ങളുടെ ഈ പറയുന്ന ക്യാപ്ഷ അടിക്കുക, എന്നിട്ട് ലോഗിൻ കൊടുക്കാം. അങ്ങനെ ലോഗിൻ കൊടുത്തിട്ട് ഇതിപ്പോൾ ഗ്രേഡ് 1നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഗ്രേഡ് 1ൻ്റെതാണിത്. അപ്പോൾ ഗ്രേഡ് 3ൻ്റെത് നിങ്ങൾ വെറുതെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അതിന് ഒരു പ്രത്യേക ലിങ്ക് വരാനാണ് സാധ്യത. ഈ ലിങ്ക് തന്നെ അതിനെ ആക്റ്റീവ് ആകാൻ സാധ്യതയില്ല, കാരണം ഓരോന്നിനും ഓരോ കാറ്റഗറിക്കും ഓരോ ലിങ്കാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം എങ്കിലും വെറുതെ ട്രൈ ചെയ്തോളൂ. ട്രൈ ചെയ്യേണ്ടതെന്നും പറഞ്ഞില്ല, അതിനെക്കുറിച്ച് ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടില്ല നോട്ടീസിലൂടെ, ജസ്റ്റ് ഗ്രേഡ് 1 എന്ന് മാത്രം പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ കൊടുത്തു ഗ്രേഡ് 1ലെ ഉദ്യോഗാർത്ഥികൾ തന്നെ, പക്ഷേ അവർക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇത് ലോഡ് ആവുന്നില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കും നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടില്ല എന്ന്, ലൈവ് ആയിട്ടില്ല എന്ന്. കാരണം നിങ്ങളുടെ എക്സാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇൻറ്റിമേഷൻ ഇതിൽ നിങ്ങൾക്ക് കാണാം 19/12 മുതൽ 29/12 അപ്പം സാധാരണ ഇതിൻ്റെ മുന്നൊരു നോട്ടീസ് നമുക്ക് റെയിൽവേയുടെ നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു സിറ്റി ഇൻറ്റിമേഷനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൽ റെയിൽവേ പറഞ്ഞത് നമ്മുടെ എക്സാമിൻ്റെ 10 ദിവസം മുൻപാണ് നമ്മുടെ ഈ പറയുന്ന സിറ്റി ഇൻറ്റിമേഷൻ ആക്റ്റീവ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ 29/12/2024 ഉള്ള എക്സാമാണ് ഒരു ഉദ്യോഗാർത്ഥിക്ക് എങ്കിൽ അവർ ഈ സമയത്ത് ചിലപ്പം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടണമെന്നില്ല. പക്ഷേ നമ്മൾ ആ വീഡിയോയിൽ തന്നെ നമ്മൾ കുറച്ച് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് എക്സാം ഡേറ്റിൻ്റെ 10 ദിവസം മുൻപ് തന്നെ, അല്ലെങ്കിൽ ഈ പറയുന്ന കുറച്ചധികം ദിവസം മുൻപ് തന്നെ അവർക്ക് കാണാൻ പറ്റിയെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. എങ്കിൽ നിങ്ങളിവിടെ അഥവാ കണ്ടിട്ടില്ലെങ്കിൽ എന്താണ് ആക്റ്റീവ് ആളില്ല എന്നുള്ളൊരു ജസ്റ്റ് പോപ്പപ്പ് മെസ്സേജ് ഇവിടെ കാണുകയാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ എക്സാമിന് 10 ദിവസം മുൻപായിട്ടായിരിക്കും അത് മേ ബി ആക്റ്റീവ് ആവുക. അപ്പോൾ അതുകൊണ്ട് വറീഡാണ്ടെന്ന് വെച്ച് പറഞ്ഞതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. ഇനി ഇതിൽ നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ കാണുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇവിടെ ALPൻ്റെ ഞാനത് വിശദമാക്കിയിട്ടുണ്ട്. ALP ഈ വീഡിയോ നിങ്ങൾ വാച്ച് ഓൺ യൂട്യൂബ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. അപ്പോൾ ALPയിൽ ഞാനത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ടാവും അവിടെ, ഒന്ന് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പും ഒന്ന് ഈ കോൾ ലെറ്ററും. അപ്പോൾ ഈ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ പറ്റുക. നമ്മുടെ എക്സാം സിറ്റി ഏതാണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിലൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇനി സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് എക്സാം ഇപ്പം കോഴിക്കോടുള്ളൊരു ഉദ്യോഗാർത്ഥിക്ക് തിരുവനന്തപുരമാണ് എക്സാം എന്ന് വിചാരിക്കുക. കോഴിക്കോടുള്ള ഉദ്യോഗാർത്ഥിക്ക് തിരുവനന്തപുരമാണ് എക്സാം എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് പെട്ടെന്ന് ഇപ്പം ഒരു യാത്ര അറേഞ്ച്മെൻറ്റ് നടത്താൻ പറ്റില്ല. കാരണം ഈ കോൾ ലെറ്റർ വരുന്നത് വെറും എക്സാമിൻ്റെ 4 ദിവസം മുൻപാണ് നമുക്ക് ഈ കോൾ ലെറ്റർ, ഈ അഡ്മിറ്റ് കാർഡ് ലഭിക്കുക. അതിലൂടെ നമുക്ക് 4 ദിവസം മുൻപൊക്കെ നമുക്ക് ബസ്സിലോ ട്രെയിനിലോ ഒന്നും ടിക്കറ്റ് എടുത്ത് റിസർവ് ചെയ്ത് മുൻകൂട്ടി നമുക്ക് നല്ല വിശാലമായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല. പെട്ടെന്ന് ഭയങ്കര ഒരു കണ്ടീഷനിലായിരിക്കും, വളരെ നമ്മൾ ടയർഡായി പോകുന്നൊരു അവസ്ഥ ഉണ്ടാകും, നമ്മൾ തിരക്കൂട്ടി പോകേണ്ട അവസ്ഥ ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേയുടെ ഒരു രീതിയാണ് ഈ പറയുന്ന സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിൽ നിങ്ങളുടെ എന്തായിരിക്കും ഡേറ്റും അതുപോലെ തന്നെ ഈ പറയുന്ന സിറ്റി, എക്സാം സിറ്റി അവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് എക്സാം സിറ്റി നെയിം ഉണ്ടാവും. ആ സിറ്റിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ പറയുന്ന യാത്ര
എങ്ങനെ വേണം, ട്രെയിനിൽ പോകണോ, ഇനി ആ സിറ്റിയിലേക്ക് എത്തണേ ബസ്സിൽ പോകണോ, ഏതാണ് നല്ലതെന്നൊക്കെ നിങ്ങൾക്ക് 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ 10 ദിവസത്തിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് ടിക്കറ്റൊക്കെ റിസർവ് ചെയ്ത് അതുപോലെ റിട്ടേൺ റിസർവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രോപ്പറായിട്ട് നിങ്ങളുടെ ആ ഒരു യാത്ര അറേഞ്ച്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RRB സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് തരുന്നത്. ഒരിക്കലും സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാം എഴുതാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ കോൾ ലെറ്റർ എന്ത് ചെയ്യും, ഈ സെയിം ലിങ്കിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിൻ്റെ 4 ദിവസം മുൻപാണ് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിന് മുൻപൊക്കെ ട്രൈ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. 4 ദിവസം എന്നാണ് ഒഫീഷ്യലായിട്ട് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം ഗ്രേഡ് 1-ൻ്റെതാണ് വന്നിരിക്കുന്നത്. ഗ്രേഡ് 3-ൻ്റെ വന്നാൽ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതെല്ലാം നമ്മളിവിടെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഈ പറയുന്ന വെബ്സൈറ്റിൽ അത് അപ്ഡേറ്റ് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ നിങ്ങൾ പറയുക. നിങ്ങൾ വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നവരാണെങ്കിൽ, കാരണം നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ വീഡിയോസ് തന്നെ ഒരുപാട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസും കൂടെ നമ്മൾ ചെയ്യുമ്പോൾ അതൊക്കെ അവിടെ പെൻഡിങ് ആകുന്നുണ്ട് എന്നുള്ളതാണ്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ. എങ്കിലും നിങ്ങൾ പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്